സ്വാമിയേ ശരണമയ്യപ്പ. മാളികപ്പുറത്തമ്മ ദേവി ലോകമാതാവേ ശരണമയ്യപ്പ. ശ്രീ മഹാദേവ്യൈ നമ. ശ്രീ ലളിതാ ത്രിപുര സുന്ദര്യൈ നമ. ഞാൻ മാടവന പരമേശ്വരൻ നമ്പൂതിരി, മുൻ ശബരിമല മാളികപ്പുറം മേൽശാന്തി. ലളിതാ സഹസ്രനാമത്തിലെ 700 നാമങ്ങളുടെ അർത്ഥം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി 701 നാമം. ഓം ദേശകാലാപരിച്ഛിന്നായൈ നമ. ദേശം കൊണ്ടും കാലം കൊണ്ടും പരിച്ഛേദിക്കാൻ, അതായത് അളന്ന് തിട്ടപ്പെടുത്താൻ സാധ്യമല്ലാത്തവൾ എന്നാണ്. അപ്പോൾ ബ്രഹ്മാവ് മുതൽ ഉറുമ്പ് വരെയുള്ള പരിച്ഛിന്നങ്ങളാണ്. കാരണം അതിന് ആദിയുണ്ട് എന്നുള്ളതാണ്. അനന്തവും അന്തവും ഉണ്ട്. അപ്പോൾ ആകൃതിയുണ്ട്. ആദാവന്തേജ എന്നാസ്തി വർത്തമാനേവി തത്തഥാ എന്നാണ്. ഒരു വസ്തു ഉണ്ടാകുന്നതിന് മുമ്പും അത് ഇല്ലാതായതിന് ശേഷവും ഇല്ല എങ്കിൽ വർത്തമാനകാലത്തും അത് ഉള്ളതല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇല്ലാത്തത് തന്നെ ദേവിക്ക് ആദ്യവുമില്ല അന്തവുമില്ല. കാരണം ബ്രഹ്മസ്വരൂപിണിയാണ് ദേവി. അതുകൊണ്ട് ദേവി കാലദേശാതീതയും സനാതനയുമാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയാൻ സാധിക്കും. കാലം കൊണ്ടും പരിച്ഛിന്നനല്ലാത്തതിനാൽ അവൻ ആദി ഗുരുവാകുന്നു എന്നാണ് യോഗസൂത്രം പറയണത്. അപ്പോൾ മുമ്പുണ്ടായിരുന്നില്ല, ഭാവിയിൽ ഉണ്ടാവുകയില്ല. ഇങ്ങനെയുള്ള കാലപരിമിതികളോ അല്ലെങ്കിൽ ഈ സ്ഥലത്ത് ഇല്ല എന്നുള്ള സ്ഥലപരിമിതികളോ ഇല്ലാത്തവൾ എന്നാണ് അതിന് മറ്റൊരു വ്യാഖ്യാനം നമുക്ക് കൊടുക്കാവുന്നത്. അപ്പോൾ ആകാശം പോലെ സർവ്വവ്യാപിയായും എല്ലാമായും തന്നിൽ നിന്ന് അന്യമായി മറ്റൊന്നില്ലാതെയും വർത്തിക്കുന്നവൻ, ദേശം കൊണ്ടോ കാലം കൊണ്ടോ വസ്തുക്കളെ കൊണ്ടോ പരിച്ഛേദിക്കപ്പെടുന്നില്ല എന്ന് സൗരസംഹിത എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. ഇനി 702 നാമം. ഓം സർവകായൈ നമ. എല്ലാ ലോകത്തും എല്ലാ ചരാചരങ്ങളിലും വ്യാപിച്ച് നിറഞ്ഞു നിൽക്കുന്നവൾ എന്നാണ്. അപ്പോൾ ആകാശവത് സർവഗതശ്ച നിത്യ എന്നാണ് ശ്രുതി പ്രമാണം തന്നെ. അപ്പോൾ ആകാശം പോലെ എങ്ങും തങ്ങിയ ശക്തിയാണ് ദേവി എന്നുള്ളതാണ്. അപ്പോൾ വരാഹപുരാണത്തിൽ ഇതിനെപ്പറ്റിയൊരു പരാമർശം കണ്ടിട്ടുള്ളത്, ഒരിക്കൽ ശ്വേതപർവ്വതത്തിൽ ക്രിയാശക്തി സ്വരൂപിണിയായിട്ടുള്ള ദേവി തപസ് ചെയ്തു എന്നാണ്. അപ്പോൾ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് എന്ത് വരമാണ് ദേവിക്ക് വേണ്ടത് എന്ന് ചോദിച്ചു എന്നാണ്. അപ്പോൾ ദേവി പറഞ്ഞു, ഭഗവൻ ഏക ദേശേഹം നോത്സഹോസ്ഥാതു മഞ്ജസ അദോഹം ത്വാം വരം യാജേ സർവഗത്വമഭീപ്സദം എന്നാണ്. അപ്പോൾ ഭഗവാൻ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒതുങ്ങി നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലായിടവും കടന്നു ചെല്ലാൻ കഴിയുന്ന വരം ഞാൻ യാചിക്കുന്നു എന്ന് പറഞ്ഞു എന്നാണ്. എന്ന് മാത്രമല്ല, ദേവി പുരാണത്തിൽ അതിനെപ്പറ്റി പറയണത്, ദേവ്യാവാപ്തമിതം സർവം ജഗത് സ്ഥാവരജംഗമം ഈഠ്യതേ പൂജ്യതേ ദേവി അന്നപാനാത്മികാജസ എന്നാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കൊരു സംശയം വരാം. ഈ നിത്യസർവഗതസ്ഥാണു അജലോയം സനാതന എന്ന് പറയപ്പെടുന്ന ബ്രഹ്മം തപസ് ചെയ്യുകയോ? അങ്ങനെ ഒരു സംശയം നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെ സംശയിക്കേണ്ട ആവശ്യമില്ല. എല്ലാം അവിടുത്തെ അല്ലെങ്കിൽ ദേവിയുടെ ഒരു ലീല മാത്രമാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ നിരാകാര ബ്രഹ്മം നരാകാരം കൊണ്ട് ലോകത്തെ നേർവഴിക്ക് നയിക്കുന്നു എന്നാണല്ലോ ആസ്തിക്യ സങ്കല്പം തന്നെ. അപ്പോൾ അല്ലയോ മഹാത്മാവേ, ദേവിയുടെ യഥാർത്ഥ തത്വം ഇതാണ്. വേദങ്ങളും യാഗങ്ങളും സ്വർഗവും ചരാചരങ്ങളും ഈ വിശ്വം തന്നെയാണ്. ഈ വിശ്വം തന്നെയും ദേവി തന്നെയാണ്, ദേവിയിൽ തന്നെയാണ് വ്യാപ്തമായിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ യജിക്കപ്പെടുന്നതും ആരാധിക്കപ്പെടുന്നതും ദേവി തന്നെയാണ്, അല്ലേ? അപ്പോൾ ആഹാരവും ജലവും ദേവി തന്നെ. വൃക്ഷം, വായു, ആകാശം, ജലം, അഗ്നി തുടങ്ങിയിട്ട് നാനാരൂപങ്ങളിലും നാനാ മതങ്ങളിലും എല്ലായിടവും ദേവി സന്നിഹിതയായിരിക്കുന്നു എന്നാണ്. അതിനാൽ ദേവിയെ വിധിപ്രകാരം ആരാധിക്കേണ്ടതാണ് എന്നാണ്. അപ്പോൾ ദേവിയുടെ തത്വം അറിയുന്നവന് ദേവിയിൽ വിലയം പ്രാപിക്കുകയും ചെയ്യും എന്നാണ് ദേവി പുരാണത്തിലും പറയണത്. ഇനി 703 നാമം.
ഓം സർവമോഹിന്യേ നമ. സകലരെയും മോഹിപ്പിക്കുന്നവൾ എന്നാണ്. അപ്പോൾ നാരദാദികളായിട്ടുള്ള ആത്മനിഷ്ഠന്മാരെ പോലും മായയുടെ ആകർഷണം അപ്രതിരോധ്യമാക്കി തീർക്കാറുണ്ട് എന്നാണ്. നിരവധി കഥകൾ നമ്മൾ അതിനെ പറ്റി പുരാണങ്ങളിലൊക്കെ കേട്ടിട്ടുമുണ്ട് ഇല്ലേ, ധാരാളം. അപ്പോൾ നല്ല വിജ്ഞാന്മാരും എത്രയൊക്കെ അഭ്യസിച്ചവരായാലും ഏകത്വത്തിലല്ല നാനാത്വത്തിലാണ് നിലകൊള്ളുന്നത്. ആ നാനാത്വ ഭ്രമം മായയുടെ മോഹനശക്തിയുടെ സൃഷ്ടിയാണ് എന്നുള്ളതാണ്. അപ്പോൾ കഠോപനിഷത്തിലെ അതിൻ്റെ ഒരു കാരണം പറയുന്നത് ഇങ്ങനെയാണ്: പരാഞ്ചി ഖാനി വ്യതൃണാത് സ്വയംഭൂ തസ്മാത് പരാങ് പശ്യതി നന്ദരാത്മൻ എന്നാണ്. അപ്പോൾ ഇന്ദ്രിയങ്ങളെ മുഴുവൻ ബഹിർമുഖമായി സൃഷ്ടിച്ചിരിക്കുന്നു അല്ലേ. അതുകൊണ്ട് എല്ലാവരും പുറത്തേക്ക് മാത്രം നോക്കുന്നു എന്നാണ്. അപ്പോൾ അന്തരാത്മാവിനെ ആകട്ടെ ആരും കാണുന്നുമില്ല. അപ്പോൾ ബഹിർമുഖ ദർശനം നാനാത്വവും ആത്മദർശനം ഏകത്വവുമാണ് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബഹിർമുഖത്വമാണ് വാസന എന്ന് പറയുന്നത്. അപ്പോൾ പ്രപഞ്ചഘടനയിൽ അത് ഒരവശ്യ പ്രേരണയാണ്. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത്: മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യദതി സിദ്ധയേ യദതാമഭിസിദ്ധാനാം കശ്ചിന്മാം വേത്തി സത്തമാന്ന് 7ാം അധ്യായത്തിൽ ഭഗവാൻ പറയാനില്ലേ. അപ്പോൾ നിത്യ അനിത്യ ജഡം ചൈതന്യം അങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങൾ ദേവിയെ കൊണ്ടെങ്ങനെയുണ്ടാക്കും എന്നുള്ള ചോദ്യം നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നാം. അപ്പോൾ ദേവി എല്ലാവരെയും മോഹിപ്പിച്ച് ദ്വന്ദ്വബോധം ഉണ്ടാക്കുകയും ഏകത്വം മറച്ചു വയ്ക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ കാരണമായിട്ട് പറയണത്. അപ്പോൾ വാസ്തവത്തിൽ ബ്രഹ്മവും വിശ്വവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് വെറും തോന്നൽ മാത്രമാണ്. അപ്പോൾ കൂർമ്മപുരാണത്തിൽ ശിവൻ പറയുന്നത് ബ്രഹ്മസ്വരൂപിണിയായ ഈ പരാശക്തി എന്നിലാണ് ഇരിക്കുന്നത്, ഈ ലോകത്തെ മോഹിപ്പിക്കുന്ന മായാസ്വരൂപിണിയായ ഇവൾ എനിക്ക് പ്രിയയാകുന്നു എന്ന് മഹാദേവൻ പറയണു. ഇനി മറ്റൊരിടത്ത് ദേവി ഹിമവാനോട് പറയുന്നതായിട്ടും കാണുന്നുണ്ട്: ശ്രുതിക്കും സ്മൃതിക്കും വിരുദ്ധമായി ദ്വൈതത്തെ സ്ഥാപിച്ചുകൊണ്ട് കാണപ്പെടുന്നതായ കപാല ഭൈരവ സകല ഗൗതമ തുടങ്ങിയ ശാസ്ത്രങ്ങൾക്കെല്ലാം ലോകത്തെ മോഹിപ്പിക്കാൻ വേണ്ടി എന്നാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് ദേവി പറയണം. അപ്പോൾ മായ കൊണ്ട് മോഹിതരായ പാപാത്മാക്കളായ ജനങ്ങൾ ഈശ്വരനെ അറിയാതെ ജനന മരണങ്ങളിൽപ്പെട്ട് കഷ്ടപ്പെടുന്നു എന്നാണ് സൂതസംഹിതയിൽ പറയുന്നത്. അപ്പോൾ ദേവി 3 ലോകങ്ങളെയും മോഹിപ്പിക്കുന്നു. ത്രൈലോക്യ മോഹനചക്രം എന്നൊരു യന്ത്രമുണ്ട് അല്ലേ, മന്ത്രമുണ്ട്. ആ യന്ത്രരൂപിണിയും മന്ത്രസ്വരൂപിണിയും ദേവി തന്നെയാണ് എന്നുകൂടി ഈ നാമത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം എന്നാണ്. സർവം എന്ന് പറഞ്ഞാൽ 3 ലോകങ്ങൾ എന്നൊരർത്ഥമുണ്ട്. ഇനി 704-ാമത്തെ നാമം ഓം സരസ്വത്യേ നമ. വിജ്ഞാനസ്വരൂപിണി എന്നാണ് അതിനർത്ഥം വരിക. അപ്പോൾ ഭൗമ്യ സിദ്ധാന്തത്തിൽ 2 വയസ്സുള്ള ബാലികയ്ക്കാണ് സരസ്വതി എന്ന് പറയണതെന്നാണ്. അപ്പോൾ ദ്വിവർഷാതു സരസ്വതി എന്ന് പ്രമാണം പറയുന്നുണ്ട്. അപ്പോൾ സരസ്വതി എല്ലാവരുടെയും നാവിൽ സ്ഥിതി ചെയ്ത് വാക്കുകളെ നിയന്ത്രിക്കുന്നു എന്ന് ഭരദ്വാജ സ്മൃതിയിലും പറയുന്നുണ്ട്. യാ വസേത് പ്രാണിജിഹ്വാസു സദാ വാക്ടൂപവർത്തനാത് സരസ്വതീതി നാംനേയം സമാഖ്യാത മഹർഷിഭി എന്നാണ്. അപ്പോൾ സകല പ്രാണികളുടെയും നാവിൽ സ്ഥിതി ചെയ്ത് സദാ വാക്കിനെ നിയന്ത്രിക്കുകയാൽ ഇവൾ മഹർഷിമാരാൽ സരസ്വതി എന്ന പേരിൽ പ്രസിദ്ധയായിരിക്കുന്നു എന്നാണ് വസിഷ്ഠരാമായണത്തിൽ പറയണത്. ശരണാത് സർവദൃഷ്ടീനാം കവിതേഷ സരസ്വതി എന്നാണ്. അപ്പോൾ എല്ലാ കണ്ണുകൾക്കും വഴിയാട്ടിയാകെ കൊണ്ട് സരസ്വതി എന്നുള്ള സംജ്ഞ നമുക്ക് എടുക്കാം. സരസ് എന്ന് പറഞ്ഞാൽ തടാകം എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ ഉവത് പ്രത്യയത്തിന് അതോടുകൂടിയത് എന്നുള്ളൊരർത്ഥമുണ്ട്. അപ്പോൾ ഉദാഹരണം ധനവത് എന്ന് പറഞ്ഞാൽ ധനവതി എന്നാണ് അർത്ഥം അല്ലേ. അപ്പോൾ സരസ്വതി എന്ന് പറഞ്ഞാൽ തടാകത്തിലുള്ളവൾ എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ തടാകം ഇവിടെ അമൃതധാര ചരിയുന്ന ബ്രഹ്മരന്ധ്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അമൃതം ശ്രവിക്കുന്ന അല്ലെങ്കിൽ ചരിക്കുന്ന ഒഴുകുന്ന ബ്രഹ്മരന്ധ്രത്തോടു കൂടിയവൾ എന്ന് ഇതിന് ഗൂഢമായിട്ടുള്ളൊരർത്ഥം കൂടിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ദ്രിയജ്ഞാനങ്ങളുടെ പ്രവാഹമാണ് സരസ്വതി എന്ന് വസിഷ്ഠരാമായണത്തിൽ വ്യക്തമായിട്ട് പറയണമുണ്ട്. ഇനി 705-ാമത്തെ നാമം ഓം ശാസ്ത്രമയ്യൈ നമ.
ശാസ്ത്രങ്ങൾ ശരീരാവയവങ്ങളായി ശാസ്ത്രസ്വരൂപിണിയായവൾ എന്നാണ്. അപ്പോൾ നിശ്വാസ മാരുതേർവേദാൻ ഋജം സാമ യജുസ്തഥാ അഥർവണം മഹാമന്ത്രാൻ അഭിമാനേന ച സൃജത് എന്നാണ്. അപ്പോൾ ദേവിയുടെ നിശ്വാസം മാരുതനാൽ 4 വേദങ്ങളും അഭിമാനത്തിൽ നിന്ന് മഹാമന്ത്രങ്ങളും ഉണ്ടായി എന്നാണ് പറയണത്. അപ്പോൾ മധുരാരാപനത്തിൽ നിന്നും കാവ്യ നാടകാദ്യാലങ്കാരങ്ങൾ ഉണ്ടായി എന്നും, നാവിൽ നിന്നും സരസ്വതി ഉണ്ടായി, കവിൾത്തടങ്ങളിൽ നിന്ന് 6 വേദാംഗങ്ങളും, കണ്ഠവരി ഭാഗത്ത് നിന്ന് മീമാംസ, ന്യായശാസ്ത്രം, പുരാണം, ധർമ്മശാസ്ത്രം എന്നിവ ഉണ്ടായി എന്ന് പറയുന്നു. കണ്ഠമധ്യത്തിൽ നിന്നും ആയുർവേദവും ധനുർവേദവും ഉണ്ടായി എന്ന് പറയുന്നു. കഴുത്തിൻ്റെ അടിഭാഗത്ത് നിന്നും 64 കലാവിദ്യകൾ ഉദയം കൊണ്ടു എന്ന് പറയുന്നു. തോളിൽ നിന്ന്, അതായത് കക്ഷത്ത് നിന്നും എന്ന് വേണമെങ്കിൽ പറയാം, കൂടുതൽ യുക്തിസഹം ദോർമൂലം എന്നുള്ളതാണ്. തോളുമാകാം കക്ഷവുമാകാം. കാമശാസ്ത്രവും മറ്റ് ശരീരാവയവങ്ങളും അവയവങ്ങളിൽ നിന്ന് തന്ത്രവിദ്യകളുണ്ടായി എന്ന് പറയുന്നു. ഇതൊക്കെ ബ്രഹ്മാണ്ഡ പുരാണത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ദ്രിയദ്വാരാ ലഭിക്കുന്നതായിട്ടുള്ള അനുഭവമോ യുക്തിയോ അല്ല ശാസ്ത്രങ്ങൾ എന്നാണ് ശ്രുതി പറയുന്നത്, ശ്രുതി പ്രമാണം. അപ്പോൾ വേദസൂക്തങ്ങൾ പോലും അത് സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ അനുഭവവും യുക്തിയും ശാസ്ത്രവിരുദ്ധമായി കാണപ്പെടുന്നുവെങ്കിൽ ശാസ്ത്രവാക്യം സ്വീകരിക്കേണ്ടതാണ്. ഭൗതിക ദൃഷ്ട്യാ തന്നെ ഇതിന് തക്ക തെളിവുകളുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ സൂര്യൻ കിഴക്കുദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു എന്നതാണല്ലോ നമ്മുടെ അനുഭവം. എന്നാൽ ജ്യോതിശാസ്ത്രം പറയുന്നതല്ലേ ഇവിടെ ജ്യോതിശാസ്ത്രമാണല്ലോ നമുക്ക് സ്വീകാര്യം. ഇനി 706 നാമം. ഓം ഗുഹാംബായൈ നമ. ഗുഹൻ്റെ അമ്മ, ഗുഹയാകുന്ന ഹൃദയത്തിൽ വസിക്കുന്ന അമ്മ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഗുഹൻ എന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യൻ എന്നാണ് അർത്ഥം. താരകാസുരനെ വധിച്ച് ദേവന്മാരെ അസുരപീഡയിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് ശിവശക്തികളുടെ പുത്രനായിട്ട് അല്ലെങ്കിൽ സേനാനിയായിട്ട് സുബ്രഹ്മണ്യൻ ജനിച്ച കഥയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ തത്വചിന്തയിൽ ഗുഹ എന്നുള്ള പദത്തിന് ഹൃദയം എന്നൊരർത്ഥമുണ്ട് എന്നാണ്. അപ്പോൾ ഗുഹാം പ്രവിശ്യതിഷ്ഠന്താം, കഠോപനിഷത്തിലാണ് അത് പറയുന്നത്. അപ്പോൾ മറ്റുള്ള ശ്രുതിവാക്യങ്ങൾ ഹൃദയഗുഹയിൽ പ്രവേശിച്ചിരിക്കുന്ന ജീവനാണ് ഇവിടെ പരാമർശിക്കുന്നത് എന്ന് പറയുന്നു. ഇനി 707 നാമം. ഓം ഗുഹ്യരൂപിണ്യൈ നമ. രഹസ്യമായ രൂപത്തോടു കൂടിയവൾ എന്നാണ്. അപ്പോൾ മുൻ നാമങ്ങൾ ദേവിയെ സുബ്രഹ്മണ്യൻ്റെ അമ്മ എന്ന് വിശേഷിച്ചപ്പോൾ അത് ദ്വൈതസങ്കല്പമാണല്ലോ എന്ന് നമുക്കൊരു ശങ്ക തോന്നാം. അപ്പോൾ അതൊക്കെ വ്യവഹരിക്കുകയാവും ഈ ലൗകിക ബുദ്ധിക്ക് ചേർന്ന ആഖ്യാനവുമാണെന്ന് കാണിക്കാൻ അടുത്ത നാമം നമ്മൾ പ്രായേണ തന്നെ വരുന്നത്. അപ്പോൾ ദ്വൈതവിചാരം ആത്യന്തിക വിശകലനമല്ല എന്നും ആത്യന്തികമായി അദ്വൈതമേ ശേഷിക്കൂ എന്നും അത് അത്യന്തം ഗുഹ്യതമമാണ്. അങ്ങനെ അത്യന്തം രഹസ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഗൂഢമായിട്ടുള്ള രൂപത്തോടു കൂടിയവളാണ് ദേവി എന്നും ഈ നാമത്തിലൂടെ നമുക്ക് വെളിവായി കിട്ടുന്നു. ഗുരുമൂർത്തിധരാം ഗുഹ്യം ഗുഹ്യവിജ്ഞാനരൂപിണീം ഗുഹ്യഭക്തജനപ്രീതാം ഗുഹായാം നിഹിതം നുമാ. സൂതസംഹിതയിൽ അങ്ങനെ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇനി ഗുഹ്യോപനിഷത് സ്വരൂപിണി എന്നുള്ള ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു അർത്ഥം ഈ നാമത്തിന് നമുക്ക് എടുക്കാവുന്നതാണ്. സർവോപനിഷതാം ദേവി ഗുഹ്യോപനിഷതുച്യതേ എന്നാണ് പ്രമാണം പറയുന്നത്. അപ്പോൾ ബാഹ്യേന്ദ്രിയങ്ങൾക്ക് വിഷയമാകുന്ന ദേവി പ്രപഞ്ചരൂപിണിയും അന്തർമുഖമായി മാത്രം അറിയപ്പെടേണ്ട ദേവി ജ്ഞാനസ്വരൂപിണിയുമാണ് എന്നാണ്. അപ്പോൾ ജ്ഞാനസ്വരൂപിണിയാണ് ഗുഹ്യരൂപിണി എന്ന് പറഞ്ഞാൽ എന്ന് നമുക്കൊന്നുകൂടി വ്യക്തമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. ഇനി 708 നാമം. ഓം സർവോപാധി വിനിർമുക്തായൈ നമ. എല്ലാ ഉപാധികളിൽ നിന്നും അന്യമായി സ്ഥിതി ചെയ്യുന്നവൾ എന്നാണ്. അപ്പോൾ ഉപാധിക്ക് വിശേഷണം എന്നോ അല്ലെങ്കിൽ അവലംബം എന്നോ ഒക്കെ നമുക്ക് പറയാം. അപ്പോൾ കാണപ്പെടുന്നത് ഏതും ഉപാധിയോട് കൂടിയതായിരിക്കും എന്നാണ്. അപ്പോൾ ആകാശം പോലും ശബ്ദം കൊണ്ടും പ്രത്യക്ഷമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ശബ്ദം എവിടെയുണ്ടോ അവിടെ ആ ആകാശമാണ്. അപ്പോൾ താളം പിടിക്കുന്ന കൈക്കുള്ളിലും ആകാശമുള്ളത് കൊണ്ടാണ് ശബ്ദം ഉയരുന്നത് ഇല്ലേ.
അപ്പോൾ ശബ്ദോപാധികമായിട്ടാണ് ആകാശം നിലകൊള്ളുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി മരുഭൂമിയിൽ സൂര്യപ്രകാശം പതിക്കുമ്പോൾ ജലഭ്രമം ഉണ്ടാവുന്നു എന്നാണ്. സൂര്യകിരണം എന്നുള്ള ഉപാധിയാണ് ആ ഭ്രമം നമുക്ക് ഉണ്ടാക്കുന്നത്, അല്ലേ? അപ്പോൾ തടാകക്കരയിൽ നിന്ന് നിശ്ചലമായിട്ടുള്ള ജലാശയത്തിലേക്ക് നോക്കുന്നവൻ തലകുത്തി നിൽക്കുന്നതായിട്ട് നമുക്കതിൽ കാണാൻ സാധിക്കും, ഇല്ലേ? അപ്പോൾ ജലമാണ് അവിടെ ഉപാധിയായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഭ്രമജ്ഞാനം ഏതും ഉപാധിയോട് കൂടിയിട്ടാണ് കാണപ്പെടുന്നത്. ദേവി മാത്രം ഉപാധി വിനിർമുക്തയായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്കന്ദമാതാവ്, ശിവഭക്തി, ഹിമവത്പുത്രി തുടങ്ങിയിട്ടുള്ള ഉപാധികളൊന്നും യഥാർത്ഥമല്ലെന്നും അതിൻ്റെയൊക്കെ അപ്പുറം അത്യന്തം ഗൂഢമായിട്ടുള്ള അദ്വൈതാനുഭൂതിയാണ് ദേവിയുടെ സ്വരൂപമെന്നും അതിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ദ്വൈതം സമ്മതിക്കുന്ന ശാസ്ത്രങ്ങളും അദ്വൈതം സമ്മതിക്കുന്ന ശാസ്ത്രങ്ങളും ഉള്ളപ്പോൾ അദ്വൈതം മാത്രം ശരിയെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. ദ്വൈതം വ്യാവഹാരികവും അദ്വൈതം പാരമാർത്ഥികവുമാണെന്ന് നമ്മൾ അറിയണം. അപ്പോൾ ദ്വൈതത്തിൽ കാണുന്ന വ്യത്യാസങ്ങളെല്ലാം മിഥ്യാബോധത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ എല്ലാ ശ്രുതിവാക്യങ്ങളും പ്രത്യക്ഷമായോ പരോക്ഷമായോ ബ്രഹ്മത്തിൻ്റെ അദ്വൈത സ്വഭാവത്തെയാണ് വ്യക്തമാക്കുന്നത് എന്നുള്ളത് ഇതിനെക്കുറിച്ചിട്ടുള്ള ബോധം നമുക്കുണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ മറിച്ചുള്ള ശാസ്ത്രങ്ങളെല്ലാം വ്യാവഹാരിക തലത്തിലുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ ദ്വൈതഭാവം പ്രകടമാക്കുന്ന മന്ത്രങ്ങൾക്ക് വ്യാവഹാരിക തലത്തിൽ മാത്രം സത്യത്വം കൽപ്പിച്ചാൽ മതിയാവും എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ താർക്കികന്മാരൊക്കെ ഉന്നയിക്കുന്ന ഉപാധികളുടെ പരിമിതികൾക്ക് അതീതയായവൾ എന്ന നാമത്തിനൊരർത്ഥം നമുക്ക് എടുക്കാം എന്നുള്ളതാണ്. ഇനി 709 നാമം. ഓം സദാശിവ പതിവ്രതായൈ നമഃ. സദാശിവന്റെ പതിവ്രതയായ പത്നി എന്നാണ്. അപ്പോൾ കാമേശ ജ്ഞാത സൗഭാഗ്യമാർദ്ദവോരുദ്വയാന്വിത എന്നുള്ളൊരു നാമം നമ്മൾ മുമ്പ് ദേവിയെ വിശേഷിപ്പിച്ചതായിട്ട് പഠിച്ചിട്ടുണ്ട്, അല്ലേ? അപ്പോൾ അദ്വൈതഭാവത്തിൽ നിന്നും ദേവിയെ വീണ്ടും ദ്വൈതഭാവത്തിലേക്ക് കൊണ്ടുവരികയാണ് ഇവിടെ ചെയ്യുന്നത്. മനസ്സിനെ ഉൾക്കൊള്ളാൻ ഇതാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി 710 നാമം. ഓം സമ്പ്രദായേശ്വര്യൈ നമഃ. സമ്യക് ശിഷ്യേഭ്യ പ്രതീയതേ ഇതി സമ്പ്രദായ എന്നാണ്. അപ്പോൾ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ഗുരുമുഖത്ത് നിന്നും ശിഷ്യന്മാർക്ക് ലഭിക്കുന്ന താന്ത്രികോപദേശങ്ങളാണ്. ആ ഉപദേശങ്ങൾക്ക് ഈശ്വരിയായിട്ടുള്ളവൾ എന്നുള്ള അർത്ഥമാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പഞ്ചദശി മന്ത്രോപാസന സമ്പ്രദായപ്രകാരം അനുഷ്ഠിച്ച് ആരാധിക്കപ്പെടുന്നവൾ എന്നുള്ളൊരർത്ഥം എടുക്കാം. അപ്പോൾ നിർഗുണയും നിരാധാരയുമാണ് ദേവി എന്നുണ്ടെങ്കിലും സമ്പ്രദായമനുസരിച്ച് ദേവിയെ സഗുണയായിട്ടും സദാധാരയായിട്ടും കൽപ്പിക്കുന്നു എന്നാണ്. അപ്പോൾ ശീല, സാളഗ്രാമം തുടങ്ങിയിട്ടുള്ള ഉപാധികളെ ദേവിയെ അധ്യാരോപിച്ചും മുദ്രകളിലൂടെയും അർച്ചനകളിലൂടെയൊക്കെ ആരാധിച്ചും ഉപാസകര് ലൗകികവും അലൗകികവുമായിട്ടുള്ള സിദ്ധികൾ നേടുന്നതായിട്ടുള്ള കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലേ? അപ്പോൾ അങ്ങനെ ദേവി സമ്പ്രദായങ്ങൾക്ക് ഈശ്വരിയായി പ്രകീർത്തിക്കപ്പെടുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി 711 നാമം. ഓം സാധ്വേ നമഃ. സമചിത്തത ഉള്ളവൾ എന്നാണ്. അപ്പോൾ സമത്വം എന്ന് പറഞ്ഞാൽ യോഗനിഷ്ഠയാണ്. അപ്പോൾ നപുംസക ലിംഗമായി സ്വീകരിക്കുകയാണെങ്കിൽ അടുത്ത നാമം ഈ എന്നും തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സാധു അധികം ഈ എന്ന് പറഞ്ഞാൽ സാധ്വി എന്നുള്ളതാണ് കിട്ടുന്നത്. അപ്പോൾ അഗ്നിക്ക് ചൂടും ജലത്തിന് ശീതവും എങ്ങനെ സഹജമായിരിക്കുന്നുവോ അതേപോലെ സമചിത്തത ദേവിക്ക് സഹജമാണ് എന്ന് താല്പര്യം. അപ്പോൾ ഭാസ്കരാചാര്യർ സാധു ശബ്ദത്തിന് ഉചിതം എന്നുള്ളൊരർത്ഥം കൽപ്പിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഏത് ധർമ്മത്തിലും ഉചിതമായത് ഏതും ദേവി എന്ന് നമുക്ക് ഗ്രഹിക്കാം എന്നാണ്. അപ്പോൾ ഓം സാധുനേ നമഃ എന്ന മന്ത്രം അപ്പോൾ ഉചിതമല്ലാത്തതായിട്ടുള്ളത് ഏതാ? അധർമ്മം. അധർമ്മത്തെ ധർമ്മമായി കാണാറുണ്ടല്ലോ, അല്ലേ? ദ്വന്ദ്വാത്മക അല്ലേ ഈ പ്രപഞ്ചം നമ്മൾ പഠിച്ചു കഴിഞ്ഞില്ലേ? അപ്പോൾ അതിൽ ഉചിതവും അനുചിതവും കലർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഉചിതം ദേവിയും അനുചിതം ദേവിയുടെ മായാശക്തിയുമാണ് എന്ന് നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കണം എന്നുള്ളതാണ്.
ഇനി 712 നിയമം. ഓം ഇയൈ നമ. അകാരം വിഷ്ണു, ഇകാരം വിഷ്ണു സോദരിയായിട്ടുള്ള ദേവിയുമാണ് എന്നാണ് കൽപ്പന പറയുന്നത്. അപ്പോൾ ഏകമായിട്ടുള്ള ബ്രഹ്മം പ്രപഞ്ച സൃഷ്ടിക്ക് വേണ്ടിയിട്ട് ധർമ്മവും ധർമ്മിയുമായി വിവർത്ത രൂപങ്ങളിൽ പരിവർത്തനം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ധർമ്മം വിഷ്ണുവും ധർമ്മി ദേവിയും. അപ്പോൾ ഈ ധർമ്മിയെയാണ് കാമകല എന്ന് വിളിക്കണത് എന്നാണ്. അപ്പോൾ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ സമസൃഷ്ടിയും വ്യക്തി വെഷ്ടിയുമാണല്ലോ. അപ്പോൾ വെഷ്ടി രൂപത്തിൽ ദേവിക്കും ഒരു അഹന്ത ഉണ്ട് എന്നാണ്. ആ അഹന്തയ്ക്ക് പരാഹന്ത എന്നാണ് സാങ്കേതിക സംജ്ഞയായിട്ട് പറയണത്. അപ്പോൾ പരാഹന്തായെ സ്ത്രീ പുരുഷൻ എന്ന് രണ്ടായി കാണുന്നുമുണ്ട് അല്ലേ. അപ്പോൾ അതിൽ സ്ത്രീ വിഷ്ണു സോദരിയും ശിവഭഗ്നിയുമായിട്ട് മാറുന്നു എന്നാണ്. പുരുഷനാണ് വിഷ്ണുവായി പ്രപഞ്ചഭരണം നിർവഹിക്കുന്നത് എന്ന് കാണുന്നു. അപ്പോൾ ഈ എന്ന കാമകലയിൽ നിന്നാണ് ഈ സൃഷ്ടിയും മായാബന്ധവും ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സ്വരങ്ങൾക്കും വിസർഗത്തിനും ഉപരിയായിട്ട് ബിന്ദുവിൽ നിന്നും ഉദിക്കുന്ന തരംഗരൂപിയായ ജ്ഞാനത്തിനും അതീതയായി പ്രകാശത്തിൻ്റെ യഥാർത്ഥ സ്വരൂപമായ ഈയോട് തരംഗപ്രവാഹം ചേരുമ്പോൾ അതിൽ നിന്ന് മായ ആവിർഭവിക്കുന്നു എന്ന് വാമകേശ്വര തന്ത്രത്തിൽ പറയുന്നു. മായ തുര്യാത്മിക പ്രിയ എന്നാണ്. വാമകേശ്വര തന്ത്രപ്രകാരം തുര്യാവസ്ഥ തന്നെ കാമകല, കാമകലയുടെ നിറം ചുവപ്പാണ്. രജോ ഗുണമാണല്ലോ ഈ ചുവപ്പ് എന്ന് പറയണത്. അപ്പോൾ സൃഷ്ടി രജോ ഗുണത്തിൻ്റെ സ്വഭാവവുമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഓം യൈ നമ എന്ന് മന്ത്രം ദേവിയുടെ നാമമായിട്ട് നമുക്ക് ആ അർത്ഥത്തിലൊക്കെ അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള നാനാർത്ഥങ്ങളിലൂടെ നമുക്ക് ദേവിയെ കൂടുതൽ കൂടുതൽ വ്യക്തമാക്കി തരികയാണ് ചെയ്യുന്നത്. ഇനി 713 നാമം. ഓം ഗുരുമണ്ഡലരൂപിണ്യൈ നമ. ഗുരുമണ്ഡലത്തിൽ വർത്തിക്കുന്നവൾ എന്നാണ്. മണ്ഡലം എന്ന് പറഞ്ഞാൽ പരമ്പരയാണ്. അപ്പോൾ പരമശിവനിൽ നിന്ന് തുടങ്ങി സ്വഗുരുവിൽ അവസാനിക്കുന്ന ഗുരുക്കന്മാരുടെ സമൂഹത്തെയാണ് ഗുരുമണ്ഡലം എന്ന് ഇവിടെ നമ്മൾ പറയണത്. അപ്പോൾ ആ ഗുരുമണ്ഡലം പരബ്രഹ്മസ്വരൂപിയായ ദേവി തന്നെയാണ് എന്നുള്ളതാണ്. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. ഇവിടെ ഈ ഗുരു ഈശ്വരൻ തന്നെ എന്ന് നമുക്ക് നിശങ്കം വ്യക്തമാക്കിയിരിക്കുന്നു അല്ലേ. എന്നിട്ടും ഗുരു ദൈവമോ എന്നാണ് പലർക്കും സംശയമായിട്ട് തോന്നാറുള്ളത്. അപ്പോൾ സംശയാത്മാ വിനശ്യതി അല്ലെങ്കിൽ സംശയേഷു വിനശ്യതി എന്നൊക്കെ ഗീതാകാരൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക്, അതായത് ഭഗവാൻ പറഞ്ഞിട്ടുള്ളതാണ്, നമുക്ക് പ്രശസ്തമായിട്ടുള്ള ഒരു ഗുരു പാരമ്പര്യമുണ്ട് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ എന്താ അത്? നാരായണം പത്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്ര പരാശരം ച വ്യാസം ശുകം ഗൗഡപാദം മഹാന്തം ഗോവിന്ദ യോഗീന്ദ്രമധസ്യ ശിഷ്യ ശ്രീശങ്കരാചാര്യമധസ്യ പത്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം ത്രോടകം വർത്തികാകാരമന്യ നസ്മത് ഗുരുൻ സന്തതമാനതോസ്മി എന്നാണ്. അപ്പോൾ തുടർന്ന് വീണ്ടും ഗുരുപരമ്പര ഇങ്ങനെ നീളുകയാണ് അല്ലേ. അപ്പോൾ കാമകലാരഹസ്യം ഗുരുമുഖത്ത് നിന്നല്ലാതെ ഗ്രന്ഥങ്ങളിൽ നിന്നല്ല ലഭിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ കാമകലാരഹസ്യതന്ത്രത്തിൻ്റെ സ്വരൂപത്തോടു കൂടിയവൾ എന്നും ഈ നാമത്തെ നമുക്ക് മനസ്സിലാക്കാം. കാരണം കാമകല എന്ന് പറഞ്ഞാൽ രഹസ്യം ഗുരുപരമ്പരയെ അഭ്യസിച്ചു പോരുന്നതാണല്ലോ. ഗുരു ദേവി തന്നെയാണെന്നിരിക്കെ ഗുരുപരമ്പരയും ദേവി തന്നെയാണെന്ന് നമുക്കിവിടെ മനസ്സിലാവുന്നു എന്നുള്ളതാണ്. ഇനി 714 നാമം. ഓം കുലോത്തിർണായൈ നമ. കുലം ഇന്ദ്രിയങ്ങൾ. അപ്പോൾ ഉത്തീർണ എന്ന് പറഞ്ഞാൽ കടന്നുപോയവൾ എന്നാണ് അർത്ഥം. അപ്പോൾ ബാഹ്യവും ആന്തരികവുമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾക്കപ്പുറം നിൽക്കുന്നവൾ എന്നാണ് നാമത്തിനർത്ഥമായിട്ട് പറഞ്ഞത്. അപ്പോൾ ഇന്ദ്രിയവിഷയമല്ലാത്തവൾ ധ്യാനൈകഗമ്യയാണ് ദേവി എന്നുള്ളൊരർത്ഥവും നമുക്കവിടെ കിട്ടുന്നു. അതേപോലെ തന്നെ ഇന്ദ്രിയാതീതയായിട്ടുള്ള ദേവി പ്രാപഞ്ചികമായ സുഖദുഃഖങ്ങളിൽ തൽപരയല്ലെന്നും അതിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവണോ എന്നുള്ളതാണ്. അപ്പോൾ ഈശ്വരനും നാമും തമ്മിലുള്ള അതിർവരമ്പ് ഇവിടെയാണ്. അപ്പോൾ നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നു. ഈശ്വരൻ
ഇന്ദ്രിയ ഗ്രാമത്തെ അതിവർത്തിച്ച് നിലകൊള്ളുന്നു എന്നുള്ളതാണ്. ഇനി 715 നാമം. ഓം ഭഗാരാധ്യായൈ നമ. സൂര്യമണ്ഡലത്തിൽ ആരാധിക്കപ്പെടുന്നവൾ എന്നാണ്. ഭഗം എന്ന് പറഞ്ഞാൽ സൂര്യമണ്ഡലമാണ്. അപ്പോൾ സൂര്യമണ്ഡലം ഹൃദയത്തിലെ അനാഹത ചക്രമാണെന്ന് ഒരു ഗൂഢാർത്ഥം നമ്മൾ നേരത്തെ മനസ്സിലാക്കിയില്ലേ. അപ്പോൾ ഭഗൻ സൂര്യനും ചന്ദ്രനും ശിവനുമാകാം. അപ്പോൾ അവരാൽ ആരാധിക്കപ്പെടുന്നവൾ എന്ന് നാമത്തിനർത്ഥം കിട്ടും. അപ്പോൾ ഭഗത്തിന് കാമകല എന്നുള്ളൊരർത്ഥം കൂടിയുണ്ട്. അപ്പോൾ ഭഗവതി, ഭഗമാലിനി എന്നുള്ള 277, 279 നാമങ്ങളിലൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അർത്ഥം ആ നാമങ്ങളോട് ചേർത്ത് നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം തുടങ്ങിയിട്ടുള്ള 6 ഭഗങ്ങളാൽ ആരാധിക്കപ്പെടുന്നവൾ എന്നുള്ള അർത്ഥം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി 716 നാമം. ഓം മായായൈ നമ. യാതെന്നാണോ അതല്ലാത്തത്, അതാണ് മായ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇല്ലാത്തത് എന്നല്ല പറയേണ്ടത്, അല്ലാത്തത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ കയറിൽ ഇല്ലാത്ത പാമ്പിനെയല്ല മായ സൃഷ്ടിച്ചത്, അല്ലേ? അപ്പോൾ കയറല്ലാത്ത പാമ്പിനെയാണ് സൃഷ്ടിച്ചത്. കാരണം ഇല്ലാത്ത പാമ്പിനെയല്ല നമ്മൾ കണ്ട് ഭ്രമിച്ചത്, കയറല്ലാത്ത പാമ്പിനെയാണ് കണ്ട് ഭ്രമിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ ഇല്ല എന്നും അല്ല എന്നും പറയുമ്പോൾ വലിയ അന്തരമുണ്ട് ഇവിടെ, ഇല്ലേ? അത് നമുക്ക് മനസ്സിലായില്ലേ? പ്രപഞ്ചം ഇല്ലാത്തതല്ല, പ്രപഞ്ചം അല്ലാത്തതാണ്. അപ്പോൾ ബ്രഹ്മമേ ഉള്ളൂ. പക്ഷേ ഒന്നുകിൽ ബ്രഹ്മമായി കാണുന്നു, അല്ലെങ്കിൽ പ്രപഞ്ചമായി കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒന്നിൽ മറ്റൊന്നില്ല എന്നല്ല, മറ്റൊന്നല്ല എന്ന് ബോധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ വിചിത്ര കാര്യകാരണ അചിന്ത്യത ഫലപ്രദ സ്വപ്നേന്ദ്രജാലവല്ലോകെ മായാ തേന പ്രകീർത്തിതേ എന്ന് ദേവീപുരാണത്തിൽ വ്യക്തമായിട്ട് തന്നെ പറയണമുണ്ട്. അപ്പോൾ അന്ധക്കരണത്തെ ഉപാധിയാക്കിക്കൊണ്ട് ജീവനും മായയെ ഉപാധിയാക്കിക്കൊണ്ട് ഈശ്വരനും ജഗത്തിൽ വർത്തിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ശുദ്ധത്തെ അശുദ്ധമായും ജ്ഞാനത്തെ അജ്ഞാനമായിട്ടും തോന്നിപ്പിക്കുന്ന വിചിത്ര ശക്തിയാണ് ഈ മായ എന്ന് പറയുന്നത്. അപ്പോൾ വസ്തുവിൻ്റെ യഥാർത്ഥ സ്വരൂപം മറയ്ക്കുകയും അതല്ലാത്ത മറ്റൊന്നിനെ അതിൽ പ്രതിഭാസിപ്പിക്കുകയും ചെയ്യുന്നതാണ് മായാശക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഋതുഭേദങ്ങളെ സൃഷ്ടിക്കുന്നതും ചന്ദ്രനു വൃത്തിക്ഷയങ്ങൾ പ്രദാനം ചെയ്യുന്നതും വേലിയേറ്റം, വേലിയിറക്കം തുടങ്ങിയിട്ടുള്ള പ്രപഞ്ച പ്രതിഭാസങ്ങൾ സൃഷ്ടിക്കുകയും ഈ മായാവൈഭവം തന്നെയാണ് എന്നാണ്. ആ മായാശക്തി ദേവിയുടെ ഇച്ഛാശക്തിയാണ് എന്ന് നമുക്കറിയുകയും ചെയ്യാം, അല്ലേ? അപ്പോൾ പ്രപഞ്ച സൃഷ്ടിക്ക് വസ്തുവും ഊർജവും മാത്രം പോരാ, ഇച്ഛാശക്തിയും കൂടി വേണം എന്നുള്ളതാണ്. ആ, ഉ, മ എന്നിവ യഥാക്രമം വസ്തു, അതായത് മാറ്ററിൽ ഊർജം, ഇച്ഛാശക്തി എന്നിവയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവയെ മറ്റൊരു പ്രകാരത്തിൽ നമുക്ക് സത്വരജസ്തമസുകൾ എന്ന് വിഷ്ണു, ബ്രഹ്മ, ശിവന്മാരെന്ന് നമ്മൾ വ്യവഹരിക്കാറുണ്ട്, ഇല്ലേ? അപ്പോൾ ഈ സൃഷ്ടിക്ക് പ്രേരകമായിട്ടുള്ള ഇച്ഛാശക്തിയാണ് ദേവി. ആ ദേവി ശിവശക്തി ഐക്യസ്വരൂപിണിയാണ് എന്ന് ഈ നാമത്തിലൂടെ നമുക്ക് കിട്ടണം. ഇനി 717 നാമം. ഓം മധുമത്യൈ നമ. മധു പോലെ മധുര സ്വഭാവത്തോടു കൂടിയവൾ എന്നാണ്. അപ്പോൾ മധുവിന് തേനെന്നും മദ്യമെന്നും ഒക്കെ ഒരേ അർത്ഥമുണ്ടല്ലോ. അപ്പോൾ അവ രണ്ടും ദേവിക്ക് പ്രിയങ്കരമാണെന്ന നിലയിൽ അവസ്ഥാഭേദമനുസരിച്ച് ഉപാസകരെ അവയെ കൊണ്ട് പൂജിക്കണു എന്നുള്ളതാണ്. അങ്ങനെ പൂജാദ്രവ്യമായിട്ടുള്ള മധുവോട് കൂടിയവൾ എന്ന് നമുക്കൊരർത്ഥം എടുക്കാം. അപ്പം മധുവിദ്യ എന്നുള്ള മന്ത്രസ്വരൂപിണി എന്ന് നമുക്ക് ഗ്രഹിക്കാം. യോഗശാസ്ത്രം അനുസരിച്ച് യോഗികൾ 4 തരം ഉണ്ട് എന്നാണ് പറയുന്നത്, ഇല്ലേ? അതിക്രാന്ത ഭാവന്മാരെന്നാണ് അവരിൽ 4ാമത്തെ വിഭാഗം അറിയപ്പെടുന്നത്. സമാധി എന്ന അവസ്ഥയ്ക്കും അപ്പുറം കടന്നവരാണ് അവർക്ക് 7 തലങ്ങൾ കടന്നു പോകേണ്ടതായിട്ടുണ്ട് എന്നാണ്. അപ്പോൾ 7ാമത്തെ തലത്തിന് മധുമതി എന്നാണ് പേര്. അപ്പോൾ ഈ മധുമതി തലത്തിലെ ജ്ഞാനം സമ്പൂർണ്ണമാണ് എന്ന് പറയണു. അപ്പോൾ ആ ജ്ഞാനം സംസാര നിവൃത്തിയെ പ്രദാനം ചെയ്യുന്നതാണ്. അപ്പോൾ താരക ബ്രഹ്മമെന്നും സംസാരധാരിക എന്നും ഈ സമ്പൂർണ്ണ ജ്ഞാനത്തെ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്, അല്ലെങ്കിൽ ആചാര്യന്മാർ വിശേഷിപ്പിക്കാറുണ്ട്. ആ മധുമതി എന്നുള്ള ജ്ഞാനമാണ് ദേവി എന്ന് ഈ നാമത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പം മധുമതി എന്ന പേരിൽ ഒരു പുണ്യതീർത്ഥമുണ്ട്. ദേവി ആ തീർത്ഥ ജലസ്വരൂപിണിയാണ് എന്നാണ് സങ്കല്പം വേറെന്നുള്ളത്.
ഇനി 718 നാമം ഓം മഹ്യൈ നമ. ഭൂമിദേവിയായുള്ളവൾ എന്നാണ്. അപ്പോൾ ഭൂമിയെപ്പോലെ ക്ഷമാമൂർത്തിയാണ് ദേവി. മാത്രമല്ല സകല ചരാചരങ്ങൾക്കും ആധാരഭൂതയും ദേവിയാണെന്നതിനാൽ ദേവിയെ ഭൂമി എന്ന് വിശേഷിപ്പിക്കണു എന്ന് പറയുന്നു. അപ്പോൾ മഹി എന്നുള്ളൊരു പുണ്യനദി ഉണ്ട് എന്ന് പറയുന്നു. ആ നദിയിൽ ജലസ്വരൂപിണിയാണ് ദേവി എന്നുള്ളൊരർത്ഥമുണ്ട്. ആ ദിക്കിലിരുന്ന് ഉപാസകന്മാരെ ആരാധിക്കൊണ്ടാണ് ഈ നാമം ഉണ്ടായത് എന്ന് നമുക്ക് ഊഹിക്കാൻ വേണമെങ്കിൽ. ഇനി 719 നാമം ഓം ഗുണാംബായൈ നമ. ഗണാംബായൈ നമ. ഗണത്തിൻ്റെ അമ്മ എന്നാണ്. അപ്പോൾ പ്രഥമൻ തുടങ്ങിയിട്ടുള്ള ശിവഭൂതഗണത്തെ പ്രഥമഗണം എന്ന് പറയാറുണ്ട്. അപ്പോൾ ആ പ്രഥമഗണത്തിന് അമ്മയായവൾ. ഗണം, ഗണ എന്നുള്ള പദം ഗണപതിക്ക് പറയാറുണ്ട്. അങ്ങനെ ഗണപതിയുടെ അമ്മ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഗണം എന്നുള്ള പദം നക്ഷത്ര സമൂഹത്തെ അല്ലെങ്കിൽ സൈന്യ വിന്യാസക്രമത്തെ ഒക്കെ അർത്ഥങ്ങളിലൊക്കെ നമ്മൾ പ്രയോഗിക്കാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ അവയ്ക്കെല്ലാം ജനനിയായവൾ ദേവിയാണ് എന്നുള്ള അർത്ഥബോധം നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. ഇനി 720 നാമം ഓം ഗുഹ്യകാരാധ്യായൈ നമ. ഗുഹ്യകന്മാരാൽ ആരാധിക്കപ്പെടുന്നവൾ എന്നാണ്. അപ്പോൾ ഗുഹ്യകന്മാർ ദേവന്മാരിൽ ഒരു വിഭാഗമാണ് അല്ലേ. യക്ഷന്മാര്, ഗന്ധർവന്മാര്, കിന്നരന്മാര്, കിംപുരുഷന്മാര്, ഗുഹ്യകന്മാര്. അപ്പോൾ ഗുഹ്യക ശബ്ദം എന്ന് പറഞ്ഞാൽ അത്യന്ത രഹസ്യമെന്നും ഒരർത്ഥമുണ്ട്. അപ്പോൾ അത്യന്ത രഹസ്യമായി ആരാധിക്കപ്പെടുന്നവൾ, ബാഹ്യമായ അലട്ടലുകളും പ്രലോഭനങ്ങളും ഒന്നും എത്താത്ത ദിക്കിലിരുന്ന് ഉപാസകന്മാർ ആരാധിക്കുന്നത് കൊണ്ടാണ് ആ നാമം ഉണ്ടായത് എന്ന് നമുക്ക് ഊഹിക്കാം എന്നുള്ളതാണ്. ഇനി 721 നാമം ഓം കോമളാംഗ്യൈ നമ. കോമളമായ അല്ലെങ്കിൽ മനോഹരമായ അംഗങ്ങളോട് കൂടിയവൾ എന്നാണ്. അപ്പോൾ സർവ അവയവ ശോഭിനിയാണ് ദേവി എന്നുള്ളത് നമുക്കറിയുകയും ചെയ്യാം അല്ലേ. ആ അർത്ഥം തന്നെയാണ് കോമളാംഗ്യൈ എന്നുള്ള നാമം കൊണ്ട് വരുന്നത്. ഇനി 722 നാമം ഓം ഗുരുപ്രിയായൈ നമ. ഗുരുവിന് പ്രിയയായിട്ടുള്ളവൾ എന്നാണ്. അപ്പോൾ ഗുരു ലോകഗുരുവായിട്ടുള്ള ശിവനാണ് എന്നുള്ളതാണ്. അപ്പോൾ ശിവൻ്റെ പത്നി എന്നുള്ള അർത്ഥം നമുക്കിവിടെ എടുക്കാം. ഗുരു ആർക്ക് പ്രിയനായിരിക്കുന്നുവോ അവൾ എന്നുള്ള അർത്ഥത്തിലെടുക്കാം. ഇനി ഗുരു ദേവഗുരുവാവും ആണല്ലോ. അപ്പോൾ ഗുരു ആർക്ക് പ്രിയങ്കരനോ അവൾ എന്ന് മനസ്സിലാക്കണം എന്നുള്ളതാണ്. അപ്പോൾ ദേവഗുരുവിനെ ഇഷ്ടപ്പെടുന്നവൾ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് എടുക്കാം. ദേവഗുരു എന്ന് പറഞ്ഞാൽ ബൃഹസ്പതിയാണ്. ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ എന്നുള്ള പ്രമാണം അനുസരിച്ച് നോക്കിയാൽ ഗുരു ബ്രഹ്മം തന്നെയാണ്. അവിടെ സകല ബ്രഹ്മം സൃഷ്ടിന്മുഖമായിട്ട് തീർന്നപ്പോൾ ആ ബ്രഹ്മത്തിന് പ്രിയങ്കരിയായി തീർന്ന മായാദേവിയാണ് ദേവി എന്നുള്ള അർത്ഥത്തിലും നമുക്കതിനെ വ്യവഹരിക്കാം എന്നുള്ളതാണ്. ഇനി 723 നാമം ഓം സ്വതന്ത്രായൈ നമ. എല്ലാ നിയന്ത്രണോപാധികളിൽ നിന്നും മുക്തയായവൾ, സ്വമായ തന്ത്രങ്ങളോട് കൂടിയവൾ എന്നൊക്കെ നമുക്കതിന് അർത്ഥമായിട്ട് എടുക്കാം. അപ്പോൾ സ്വതന്ത്ര, സ്വന്തം എന്നാണ്. അപ്പോൾ സ്വന്തം തന്ത്രവിധികളോട് കൂടിയവൾ. ശൈവം, വൈഷ്ണവം, ഗാണപത്യം, ശാക്തേയം തുടങ്ങിയിട്ടുള്ള തന്ത്രങ്ങളിലെല്ലാം തന്നെ ദേവിയെയാണ് പ്രകീർത്തിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തന്ത്രങ്ങളെല്ലാം ദേവീവരം തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ സൃഷ്ടിപ്രക്രിയയിൽ ദേവിക്ക് മറ്റാരുടെയും സഹായ സഹകരണങ്ങൾ ആവശ്യമില്ലാത്തതിനാൽ ദേവി സ്വതന്ത്രയാണ് എന്നാണ്. സ്വ എന്ന് പറഞ്ഞാൽ ആത്മാവ് എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ തന്ത്ര എന്ന് പറഞ്ഞാൽ ആശ്രയിച്ചവൾ എന്നാണ്. അപ്പോൾ ആത്മാവിനെ ആശ്രയിച്ചവൾ എന്നുള്ളൊരർത്ഥം എടുക്കാം. ഇനി ആത്മസ്വരൂപമായിട്ടുള്ള സദാശിവനിൽ ഐക്യം നേടി ഏകാത്മകമായി വർത്തിക്കുന്നവൾ എന്ന് നമുക്കൊരർത്ഥമായിട്ട് അതിനെ എടുക്കാം. ഇനി 724 നാമം ഓം സർവതന്ത്രേശ്വൈ നമ. സർവതന്ത്രവിദ്യകൾക്കും ഈശ്വരിയായവൾ എന്നാണ്. അപ്പോൾ 64 തന്ത്രങ്ങളാണ് മുഖ്യമായിട്ടുള്ളത് അല്ലേ. അപ്പോൾ എല്ലാ തന്ത്രങ്ങൾക്കും ദേവി സമാരാധ്യയാണെന്ന് നമ്മൾ പഠിച്ചും കഴിഞ്ഞു. ഇനി 725 നാമം ഓം ദക്ഷിണാമൂർത്തിരൂപിണ്യൈ നമ. ദക്ഷിണാമൂർത്തി എന്ന് പറഞ്ഞാൽ ശിവനാണ് അല്ലേ. അപ്പോൾ ശിവൻ്റെ സ്വരൂപത്തോടു കൂടിയവൾ.
ശിവൻ തെക്കു ഭാഗത്തേക്ക് മുഖം തിരിച്ചിരുന്നാണ് ബ്രഹ്മാവിഷ്ണു പ്രഭുകളെ പരമതത്വം പഠിപ്പിച്ചത് എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഈ ശിവന് ദക്ഷിണാമൂർത്തി എന്നുള്ള പേര് പ്രസിദ്ധമായത് എന്ന് പറയണു. അപ്പോൾ ബ്രഹ്മാദികൾക്കും ഗുരുവായതിനാലാണ് ശിവൻ ആദി ഗുരുവായി തീർന്നു എന്ന് പറയണത്. അപ്പോൾ ദേവി തന്നെയാണ് ദക്ഷിണാമൂർത്തിയുടെ രൂപം ധരിച്ചിരിക്കുന്നത് എന്ന് ഈ നാമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ സതീവിയോഗത്താൽ ഹിമവാനിൽ തമസ്സനുഷ്ഠിച്ചിരുന്ന ശിവനും ദക്ഷിണാമൂർത്തിയായിട്ടാണ് അറിയപ്പെടണേന്ന് പറയുന്നു. അപ്പോൾ 726 നാമം. ഇനി ഓം സനകാദിസമാരാധ്യായൈ നമഃ. സനകാദികളാൽ ആരാധിക്കപ്പെടുന്നവളിൽ നിന്ന്. ഇപ്പം സനകാദികളെയും ഗുരുക്കന്മാർ എന്നാണ് പറയാറ് അല്ലേ. ബ്രഹ്മാണ്ഡ പുരാണത്തിൽ പറയണു, ത്വമേവാനാദിരഖിലാകാര്യകാരണരൂപിണി ത്വമേവാഹി വിജിന്വന്തി യോഗിനസ്സനകാദയ. അവിടുന്ന് അനാദിയും അഖിലകാര്യകാരണരൂപിണിയുമാണ്. അവിടുത്തെയാണ് സനകാദികളായിട്ടുള്ള യോഗികൾ പോലും അന്വേഷിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവിടെ തേടുക എന്നുള്ളത് ആചാരോപചാരങ്ങളോടെ ആരാധിക്കുക എന്നുള്ള അർത്ഥമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് മാത്രം. ഇനി 727 നാമം. ഓം ശിവജ്ഞാനപ്രദായിന്യൈ നമഃ. ശിവതത്വത്തെ പ്രദാനം ചെയ്യുന്നവൾ എന്നാണ്. അപ്പോൾ വസിഷ്ഠരാമായണത്തിൽ ഇതിനെപ്പറ്റി പറയുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. സ്പന്ദേന ലഭ്യതേ വായു വന്യരൗഷ്ണ്യേന ലഭ്യതേ ചിന്മാത്രമമലം ശാന്തം ശിവ ഇത്യുദിതം തു യത് സ്പന്ദമായാശക്തിയൈവ ലഭ്യതേ നാന്യഥാകില. കാറ്റിനെ സ്പർശം കൊണ്ടും അഗ്നിയെ ചൂടുകൊണ്ടും അറിയുന്നത് പോലെ സച്ചിദാനന്ദമായിട്ടുള്ള ശിവതത്വത്തെ അദ്ദേഹത്തിൻ്റെ സ്പന്ദനശക്തിയായ ദേവിയിലൂടെ മാത്രമേ അറിയാൻ തരമുള്ളൂ എന്നാണ്. അത്ര ഉദാത്തമായിട്ടുള്ള ഭാവനയാണ് അല്ലേ. അപ്പോൾ ശിവജ്ഞാനം സർവോത്കൃഷ്ടമായ ആത്മജ്ഞാനമാകാം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ തത്വജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്നവളാണ് ദേവി എന്നും ഈ നാമത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതാണ്. അപ്പോൾ ദേവീതത്വം അറിയുന്ന ശിവനാൽ ഉപദേശിക്കപ്പെടുന്ന ജ്ഞാനസ്വരൂപത്തോടു കൂടിയവൾ എന്നും വേണമെങ്കിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കാം. അപ്പോൾ സ്വരൂപം എന്നുള്ളത് ആകൃതി എന്നല്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജ്ഞാനത്തിൻ്റെ ഉണ്മ എന്നുള്ള അർത്ഥത്തിലാണ് മനസ്സിലാക്കേണ്ടത് എന്ന് മാത്രം. ഇനി 728 നാമം. ഓം ചിത് കലായൈ നമഃ. ചിത്താകുന്ന കലയോട് കൂടിയവൾ എന്നാണ്. ചിത്ത് എന്ന് പറഞ്ഞാൽ ബ്രഹ്മാണ് അല്ലേ. കല എന്ന് പറഞ്ഞാൽ അംശം എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ സച്ചിദാനന്ദമയമായിട്ടുള്ള ബ്രഹ്മത്തിൻ്റെ ചിന്മാത്ര സ്വരൂപിണി എന്ന് അർത്ഥം. അപ്പോൾ സത്ത്, ചിത്ത്, ആനന്ദം ഇവ മൂന്നും ഭിന്ന ഘടകങ്ങൾ അല്ല എന്നും ഇവിടെ ചിത്തിന് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നു എന്നും ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഇത് ഗീതയിൽ ഭഗവാൻ പറയണത് നമുക്ക് നോക്കാം. യദ്യത് വിഭൂതിമത്സത്വം ശ്രീമദ് ദുർജിതമേവ തത്തദേവ ഗച്ഛത്വം മമ തേജോംശസംഭവം മാമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതന. അല്ലേ, ഗീതയിൽ 10ാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്ന വാക്കുകളാണ്. അപ്പോൾ സകല ചരാചരങ്ങളിലും അന്തർലീനമായ ചിച്ചക്തി ദേവി തന്നെയാണ് എന്നാണ് ഈ നാമത്തിന് ഏറ്റവും ഉചിതമായിട്ടുള്ള അർത്ഥം എന്നുള്ളതാണ്. ഇനി 729 നാമം. ഓ ആനന്ദകലികായൈ നമഃ. കലിക എന്ന് പറഞ്ഞാൽ മൊട്ട എന്നാണ്. അപ്പോൾ ആനന്ദത്തിൻ്റെ പൂമൊട്ടായവൾ. സകല ജീവജാലങ്ങളിലും ആനന്ദരൂപത്തിൽ അനുഭൂതമാകുന്ന രസം ദേവി തന്നെയാണ് അല്ലേ. അപ്പോൾ ദേവിയുടെ സാന്നിധ്യമാണ് ആനന്ദത്തിൻ്റെ ഈ പൊടിപ്പിനെ വികസിപ്പിച്ച് ഇന്ദ്രിയാതീതമായ സമ്പൂർണ്ണാനന്ദത്തിലേക്ക് ജീവനെ നയിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ജീവനെ നയിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നത് ദേവി തന്നെയാണ് എന്ന് അതിലൂടെ നമുക്ക് മനസ്സിലാവും അല്ലേ. അപ്പോൾ ആത്മാവ് ആനന്ദമായതുകൊണ്ടാണ് ഇന്ദ്രിയങ്ങളിലൂടെ പ്രതിഫലിച്ച് ആ ആനന്ദം നമ്മൾ അനുഭവിക്കുന്നത്. അപ്പോൾ ഇന്ദ്രനീലക്കല്ല് പാലിലിട്ടാൽ എങ്ങനെയാണ് പാലിന് നീലവർണ്ണം അനുഭവപ്പെടുന്നത്, അതുപോലെ ആണ്
ഇതും എന്നുള്ളതാണ്. അപ്പോൾ പാലിന് യഥാർത്ഥത്തിൽ നീലവർണ്ണം ഇല്ല, പക്ഷേ ഇന്ദ്രനീലത്തിൻ്റെ സാന്നിധ്യം പാലിന് നീലവർണ്ണം കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ ഇന്ദ്രിയങ്ങൾക്കോ മനസ്സിനോ അല്ല ആനന്ദം, ആനന്ദമയമായ ആത്മാവ് അവയിലൂടെ പ്രതിഫലിക്കുമ്പോഴാണ് ആനന്ദാനുഭവം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സുഷുപ്തിയിൽ നിരുപാധികമായ ആനന്ദം അനുഭവിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ കലിക എന്നുള്ള പദം ധന്യാത്മകമാണ് എന്നുള്ളതാണ്. പല മൊട്ടുകളും ഞെട്ടിൽ നിന്ന് തന്നെ വാടി കരിഞ്ഞു പോകാറുണ്ട് ഇല്ലേ? അപ്പോൾ എന്നാൽ ക്രമേണ വിടർന്ന് വികസിച്ച് സൗരഭ്യം വിതർന്ന മൊട്ടുകളും ഉണ്ട്. അപ്പോൾ മൊട്ടുകളല്ല ജനഹൃദയങ്ങളെ ആകർഷിക്കുന്നത്, പിന്നെയോ വിടർന്ന് വികസിച്ച പുഷ്പങ്ങളാണ്. അവ ഒരിടത്ത് നിന്നാൽ മതി ഇല്ലേ? വണ്ടുകൾ, പ്രേക്ഷകർ അതിനടുത്തേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ടിരുന്നോളും എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെയാണ് സംസാരിയായ ജീവൻ ഞെട്ടിൽ നിന്ന് തന്നെ കൊഴിയും. ആത്മജ്ഞാനി ജനലക്ഷങ്ങളെ തന്നിലേക്ക് ആകർഷിക്കുമാറ് സ്വയം വികസിച്ച് മണവും മധുവും ഒഴുക്കുന്നു എന്നാണ് പറയണേ. ഇനി 730 നാമം. ഓം പ്രേമരൂപായേ നമഃ. പ്രേമം രൂപമെടുത്തവൾ എന്നാണ്. അപ്പോൾ ഭക്തന് ദേവിയോടുള്ള ഭക്തിയും ദേവിക്ക് ഭക്തനോടുള്ള കാരുണ്യവും ദേവിയുടെ സ്വരൂപം തന്നെയായിട്ടുള്ള പ്രേമം തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ പ്രേമസ്നേഹോ ഭക്തിരേവ സ്വരൂപം യസ്യ എന്നാണ്. അപ്പോൾ പ്രേമവും സ്നേഹവും ഭക്തിയും മാത്രം സ്വരൂപമായി എടുത്തവൾ എന്നാണ് നാമത്തിനർത്ഥമായിട്ട് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ പ്രേമഭക്തിയുടെ സ്വരൂപത്തോടു കൂടിയവൾ എന്ന് നമുക്ക് അർത്ഥം എടുക്കാം. സകല ചരാചരങ്ങളിലും പ്രേമരൂപത്തിൽ വർത്തിക്കുന്നവൾ എന്നർത്ഥം എടുക്കാം. പരസ്പര ആകർഷണം എന്ന് പറഞ്ഞാൽ പ്രേമത്തിൻ്റെ ഒരു സ്വഭാവമാണല്ലോ അല്ലേ? അപ്പോൾ ആ പരസ്പര ആകർഷണത്തിൻ്റെ നിയമാകശക്തി ദേവിയാണെന്നാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് എന്ന് മാത്രം. യാ ദേവി സർവഭൂതേഷു പ്രേമരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. ദേവീമാത്മ്യത്തിൽ നമ്മൾ പാടാറില്ലേ? അത് തന്നെ. ഇനി 731 നാമം. ഓം പ്രിയങ്കരിയൈ നമഃ. ഭക്തന്മാർക്ക് പ്രിയം ചെയ്യുന്നവൾ. അഭിഷ്ടസിദ്ധിയാണ് ഇവിടെ പ്രിയം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അഭിഷ്ടം എന്നതുകൊണ്ട് ധർമാനുസൃതവും ഹിതകരവുമായ ഇഷ്ടങ്ങൾ അമ്മ നേടിത്തരുന്നു എന്നാണ്, അല്ലെങ്കിൽ നേടിക്കൊടുക്കുന്നു എന്നാണ്. ഇനി 732 നാമം. ഓം നാമപാരായണ പ്രീതായൈ നമഃ. ദേവിയുടെ നാമപാരായണത്തിൽ പ്രീതയാകുന്നവൾ എന്നാണ്. അപ്പോൾ നാമം എന്നുള്ളത് കൊണ്ട് ഏത് ഈശ്വരനാമവും ദേവിക്ക് പ്രിയങ്കരമായിരിക്കും, ഇന്ന നാമമേ പ്രിയമാകൂ എന്നൊന്നും അർത്ഥം വരുന്നില്ല. അപ്പോൾ ഈശ്വരനാമം ഏത് ഉച്ചരിച്ചാലും ഈശ്വരൻ വിളി കേൾക്കും എന്നാണ്. അപ്പോൾ ദേവി എന്നായാലും കൃഷ്ണ എന്നായാലും ശിവനെ എന്നായാലും ഫലമൊക്കെ ഒന്ന് തന്നെയാണ് താനും. അപ്പോൾ ചില കുട്ടികൾ അമ്മയെ ചേച്ചി എന്ന് വിളിക്കാറുണ്ട്. അമ്മയ്ക്കറിയാം കുഞ്ഞ് വിളിക്കുന്നത് അമ്മയെയാണ് എന്ന് അല്ലേ? ആകാശാത് പതിതം തോയം യഥാ ഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? കേശവനും ദേവി തന്നെയാണ്. അപ്പോൾ ആ മുതൽ ക്ഷ വരെയുള്ള അക്ഷരങ്ങളെ ദേവിയുടെ നാമങ്ങളായിട്ട് കരുതുന്നു എന്നാണ്. അപ്പോൾ ലഘുസ്തുതി 12ാമത്തെ ശ്ലോകം അനുസരിച്ചിട്ട് 96,874 മന്ത്രനാമങ്ങളുണ്ട് എന്നാണ്. അതിൽ 18ാമത് ശ്ലോകത്തിലാവട്ടെ ആ സംഖ്യ കുറച്ചുകൂടി വിപുലമായിട്ടാണ് പറയണത്. അപ്പോൾ 1,95,840 മന്ത്രങ്ങൾ എന്ന് 18ാമത് ശ്ലോകത്തിൽ പറയുന്നു. അപ്പോൾ 51 അക്ഷരങ്ങളുടെ വിന്യാസഭേദത്തിലൂടെ രൂപപ്പെടുന്നതാണ് ഈ മന്ത്രങ്ങളെല്ലാം തന്നെ അല്ലേ? അപ്പോൾ ആ നിലയിൽ 51 അക്ഷരങ്ങളെ മാതൃകാക്ഷരങ്ങൾ എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇത്രയേറെ നാമങ്ങൾ ജപിക്കുക വിഷമം എന്നുള്ളത് കൊണ്ടാണ് അവയുടെ സ്ഥാനത്ത് 1000 നാമം നിജപ്പെടുത്തിയിരിക്കുന്നത്. അതാണ് ലളിതാ സഹസ്രനാമമായിട്ട് നമ്മൾ ചൊല്ലുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് പാരായണം ചെയ്യുന്നത് കേൾക്കുന്നതിൽ പ്രീതയാണ് ദേവി എന്നും ഈ നാമത്തിനൊരർത്ഥം നമുക്ക് എടുക്കാം. അപ്പോൾ വിഷ്ണു സഹസ്രനാമം തുടങ്ങിയവയും ഈ രീതിയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതിൽ തെറ്റൊന്നുമില്ല എന്നുള്ളതാണ്. നാമങ്ങളുടെ ഈ സംഖ്യയെ സ്വീകരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ 24,736
അല്ല 24,000 അല്ല, 20,736 നാമങ്ങൾ എന്ന് കണക്കാക്കണമെന്നാണ്. അപ്പോൾ ഇതൊന്നും ഒരു വാദപ്രതിവാദ വിഷയമേ അല്ല എന്നുള്ളതാണ്. ഓരോ ആചാര്യന്മാരുടെയും ദർശന ഫലങ്ങളാണ് അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഓം എന്ന ഏകാക്ഷരം മുതൽ സംഖ്യാതീത നാമങ്ങൾ വരെ ദേവിയുടെ ദിവ്യമന്ത്രങ്ങളാണ് എന്ന് നമ്മൾ അങ്ങോട്ട് സ്വീകരിച്ചാൽ അവിടെ ആ പ്രശ്നം തീർന്നു എന്നുള്ളതാണ്. അപ്പോൾ സഹസ്രനാമത്തിൻ്റെ പൂർവ്വപീഠികയിൽ ദേവി തന്നെ പറയുന്നുണ്ട്, എന്നെ ശ്രീചക്രത്തിൽ വെച്ച് ആരാധിക്കുന്നു എങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ അല്ലാതിരിക്കുകയാണെങ്കിലും പഞ്ചദേശീ മന്ത്രം മുതലായ മഹാമന്ത്രങ്ങൾ ജപിക്കുന്നു എന്നിരിക്കട്ടെ, ഇല്ലെന്നിരിക്കട്ടെ, ഈ സഹസ്രനാമം നിഷ്ഠയോടെ ജപിക്കുന്നവരിൽ ഞാൻ സംപ്രീതയായിരിക്കും. ഈ ഉറപ്പല്ലേ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അനുഗ്രഹം. അപ്പോൾ കൈകൊട്ടി കാക്കകളെ അകറ്റുന്നത് പോലെ തന്നെ നാമസങ്കീർത്തനം കൊണ്ട് പാപങ്ങളെയും നമുക്ക് അകറ്റാൻ സാധിക്കുമെന്ന് പരമഹംസർ പറഞ്ഞിട്ടില്ലേ, കഥകളിലൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. അപ്പം നാമസങ്കീർത്തനം പോലെ മറ്റൊരു യജ്ഞമില്ല, ഒരു മഹായജ്ഞമില്ല എന്ന് ജനഹൃദയങ്ങളെ ഏകീകരിച്ചുകൊണ്ട് ഏകലക്ഷ്യത്തിലേക്ക് ഉയർത്തുവാനും ഏറ്റവും ശക്തമായിട്ടുള്ളൊരു ഉപാധി എന്ന് പറഞ്ഞാൽ നാമസങ്കീർത്തനം തന്നെയാണ് എന്ന് എഴുത്തച്ഛനും നമ്മുടെ മലയാളികളോട് തറപ്പിച്ച് തന്നെ പറഞ്ഞിട്ടില്ലേ. ഹരിനാമകീർത്തനത്തിലൂടെ ഋതുവായ പെണ്ണിനു ഇരപ്പവനും ദാഹകനും പതിതന്നുമഗ്നിയജനം ചെയ്ത ഭൂസുരനും ഹരിനാമകീർത്തനമിതൊരു നാളുമാർക്കു മുടനരുതാത്തതല്ല ഹരി നാരായണായ നമ. അതാണ് നാമസങ്കീർത്തനത്തിൻ്റെ സർവജനീന തത്വം എന്ന് പറഞ്ഞാൽ. അപ്പോൾ സുഗമം, ലളിതം, സുഖാവകം, മോക്ഷപ്രദം. അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം തുടങ്ങിയിട്ടുള്ള അനർഘരത്നങ്ങൾ ജനകോടികളെ ആകർഷിച്ച് അഭയമുരളി കൊണ്ട് 1000 വർഷങ്ങൾ പിന്നിട്ട് പുലരുന്നുണ്ട് അല്ലേ. അപ്പം നാമസങ്കീർത്തനത്തിൻ്റെ ശക്തി അത്ര വലുതാണെന്നാണ് നമ്മൾ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത്. അജാമിളൻ പ്രാണവേദനയാൽ നാരായണ എന്ന് തൻ്റെ പുത്രനെ വിളിച്ചതാണെങ്കിലും ആ നാരായണനാമം അജാമിളന് വൈകുണ്ഠവാസം പ്രദാനം ചെയ്തു എന്ന് പുരാണത്തിൽ നമ്മൾ കഥ കേട്ടിട്ടില്ലേ. ഒരു കാര്യം പ്രത്യേകം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അന്ത്യകാലത്ത് ഈശ്വരനാമം അനായാസം നാവിൽ ഉദിക്കണമെങ്കിൽ അതിനുള്ള അഭ്യാസം മനസ്സിൽ അതിന് മുമ്പേ തന്നെ വേരുറയ്ക്കണം എന്നുള്ളതാണ്. അല്ലാത്ത ഒരാൾക്കും അത് സാധ്യമാവില്ല എന്നാണ്. അപ്പോൾ ഉള്ളിൽ തട്ടി വരുന്ന പ്രാർത്ഥനയ്ക്ക് ഫലമുള്ളൂ എന്ന് പറയണു. ഇപ്പോൾ ആധുനിക കവികളൊക്കെ എഴുതിയിട്ടുള്ള മഗ്നലനമറിയും മഗ്നലനമറിയം പവിത്രയായി തീർന്നത് അവളുടെ ആ പ്രാർത്ഥന ആത്മാർത്ഥവും ആത്മസ്പർശിയുമായിരുന്നത് കൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലായിട്ടില്ലേ. അതേപോലെ തന്നെ ആ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള പ്രാർത്ഥനയ്ക്ക് മാത്രമേ ഫലസിദ്ധി ഉണ്ടാവുകയുള്ളൂ എന്നാണ്. ഇനി 733 നാമം ഓം നന്ദി വിദ്യായേ നമ. നന്ദി എന്ന് പറഞ്ഞാൽ നന്ദികേശ്വരൻ. അപ്പം നന്ദികേശ്വരൻ്റെ വിദ്യ നന്ദിവിദ്യ. അപ്പം നന്ദികേശ്വരൻ ഉപാസനയാൽ ആർജിച്ച വിദ്യ ആ വിദ്യാത്മസ്വരൂപിണിയും ദേവി തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ വിഷ്ണു ശിവന്മാരെയും നന്ദി ശബ്ദം കുറിക്കുന്നു എന്ന് കോശങ്ങളിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വൈഷ്ണവ ശൈവ വിദ്യകളും ദേവി തന്നെയാണ് എന്നാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി 734 നാമം ഓം നടേശ്വര്യൈ നമ. നടേശൻ്റെ പത്നി എന്നാണ്. അപ്പോൾ നടനത്തിൻ്റെ ഈശ്വരൻ നടേശൻ അല്ലേ. അപ്പോൾ ശിവൻ്റെ നടനത്തിന് താണ്ഡവമെന്നും ദേവിയുടെ നടനത്തിന് ലാസ്യമെന്നും പേര് പറയുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇനി 735 നാമം ഓം മിഥ്യാജഗദധിഷ്ഠാനായൈ നമ. മിഥ്യാജഗത്ത് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിനെയാണ് പറയുന്നത്. അപ്പോൾ അതിന് അധിഷ്ഠാനമായവൾ, അധിഷ്ഠാനം എന്ന് പറഞ്ഞാൽ താങ്ങ്, അവലംബം, ജഗത്തിന് അധിഷ്ഠാനം ബ്രഹ്മം, ബ്രഹ്മസ്വരൂപിണി എന്നൊക്കെയുള്ള അർത്ഥം നമുക്കതിന് കൽപ്പിക്കാം. അപ്പം മിഥ്യ എന്നുള്ളതിന് സ്ഥിരമല്ലാത്തത് എന്നൊരർത്ഥമുണ്ട്. അപ്പം മാറുന്നതെല്ലാം മിഥ്യയാണ്, മാറ്റമില്ലാത്തതും സത്യം,
മാറ്റമില്ലാത്ത സത്യം ഒന്നേ ഉള്ളൂ അല്ലേ, അത് ബ്രഹ്മമാണ് എന്നാണ്. അപ്പോൾ സർവം ഖൽവിദം ബ്രഹ്മ എന്ന് ഭാരതീയ ഋഷിമാർ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പോൾ ആ ബ്രഹ്മസത്തയിലാണ് പ്രപഞ്ചം പ്രതിഭാസിക്കുന്നത്. ഈ പ്രതിഭാസം അതിൻ്റെ അധിഷ്ഠാനമായിട്ടുള്ള ബ്രഹ്മസാക്ഷാത്കാരം വരെ നിലനിൽക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അതുവരെ ഈ ജഗത്ത് സത്യമാണ്, ആപേക്ഷിക സത്യം എന്നും പറയാൻ വേണമെങ്കിൽ. അപ്പോൾ ആ സംസാരബോധം നിലനിൽക്കും വരെ സകലവും ഉള്ളത് തന്നെ സാക്ഷാത്കാരം എന്ന് പറയുന്ന പാരമാർത്ഥിക സത്തയിലെത്തിയ ജീവന് മാത്രമേ പ്രപഞ്ചം മിഥ്യയായിട്ട് മാറുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അത് വേണ്ട പോലെ ധരിക്കാത്ത ജഗന്മിഥ്യ എന്ന് കേട്ട് അതിനെതിരെ വാളിളക്കുന്നവരാണ് നിഴലിനോടാണ് യുദ്ധം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. അവർ പാഴെ പൊലിഞ്ഞിടുമെന്ന ബുദ്ധി വേണം എന്നുള്ള പ്രമാണം അനുസരിച്ച് നമ്മൾ അത് വേണ്ട പോലെ ഗ്രഹിക്കണം എന്നുള്ളതാണ്. ഇനി 736 നാമം. ഓം മുക്തിദായൈ നമ. മുക്തി നൽകുന്നവൾ എന്നാണ്. അപ്പോൾ മുക്തിയെ ആഗ്രഹിക്കുന്നവൻ സർവ്വജീവന്മാരുടെയും ആത്മാവും ശിവസ്വരൂപിണിയുമായ പരമേശ്വരിയെ അല്ലെങ്കിൽ പാർവതിയെ അഭയം പ്രാപിക്കുന്നു എന്ന്, അല്ലെങ്കിൽ അഭയം പ്രാപിക്കണം എന്ന് കൂർമ്മപുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട്. യേർച്ചയന്തി പരാംശക്തി വിധിനാവിധി നാഭിവ നദേ സംസാരിണോ നൂനം മുക്തായേവ ന സംശയ എന്ന് ബ്രഹ്മാണ്ഡ പുരാണത്തിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പരാശക്തിയെ വഴിപോലെയോ അല്ലാതെയോ ആരാധിക്കുന്നവർ സംസാരത്തിൽ കുടുങ്ങുന്നില്ല എന്നാണ്. അവർ മുക്തയായിട്ട് തീരുന്നു എന്നും, അല്ലെങ്കിൽ മുക്തന്മാരായി തീരുന്നു. അപ്പോൾ മുക്തി മരണാനന്തരമുള്ള ഒരു മോചനമല്ല, ജീവിതകാലത്ത് തന്നെ ഈ മോചനം അനുഭവവേദ്യമാകാം എന്നുള്ളതാണ്. അപ്പോൾ തൃഷ്ണയെ വെന്ന് യാതൊന്നിനോടും പറ്റി നിൽക്കാതെ മനസ്സുമായി എന്തു ചെയ്യുമ്പോഴും അതിൻ്റെ ഫലകാംക്ഷയിൽ ദൃഷ്ടിയൂന്നാതെ ഒന്നിലും ഉത്കണ്ഠയില്ലാതെ ജീവിതത്തെ വന്ന പാട് തന്നെ എതിരേറ്റ് മുന്നേറുന്നവൻ മുക്തനാണ് എന്നാണ് പറയണത്. അപ്പോൾ അത്തരം മുക്തന്മാർ ഇന്നും ഉണ്ട് അല്ലേ, ഭാരതത്തിൽ എന്നും ഉണ്ടായിരിക്കുകയും ചെയ്യും. ജീവൻ മുക്തന്മാർ എന്നാണ് അവരെ പറ്റി പറയാറുള്ളത്. ഈ നാമത്തോടുകൂടി ഇന്നത്തെ സർഗം നമുക്കിവിടെ നിർത്താം. അടുത്ത 737 നാമം മുതൽ അടുത്ത ദിവസം നമുക്ക് പഠിക്കാം. സ്വാമിയേ ശരണമയ്യപ്പ. മാളിയപ്പുറത്തമ്മ ദേവി ലോകമാതാവേ ശരണമയ്യപ്പ. ശ്രീ മഹാദേവിയൈ നമ. ശ്രീ ലളിതാ ത്രിപുരസുന്ദര്യൈ നമ. ഓം